അർജന്റീനിയൻ ടീം കൊച്ചിയിൽ വരുന്നില്ല എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ച ഇന്ന് നടക്കുകയുണ്ടായി ജനറൽ കൗൺസിലിൽ. ഞാനും ബഹുമാനിയായ ശിവകുമാർ തോമസ് ആ വിഷയം ഉന്നയിച്ചു. യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നയപരമായ തീരുമാനം ജനറൽ കൗൺസിൽ വയ്ക്കുകയും അജണ്ട വയ്ക്കുകയും അത് ചർച്ച ചെയ്യുകയും എന്തൊക്കെയാണ് അവിടെ ചെയ്യാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തത ഉണ്ടാകുകയും ആ വ്യക്തതയുടെ അടിസ്ഥാനത്തിൽ ഒരു DPR ഉണ്ടാക്കിയ അത്തരം പ്രവർത്തികൾ അവിടെ നടത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ള ആവശ്യം ഞങ്ങൾ ജനറൽ കൗൺസിൽ ഉന്നയിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനമെടുക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നൊരു റെപ്രസെൻറ്റേറ്റീവും GCDയുടെ ചീഫ് എഞ്ചിനീയറും സ്പോൺസറുടെ ഒരു എഞ്ചിനീയർ കൂടി 3 അംഗ ഒരു എക്സ്പെർട്ട് കമ്മിറ്റിയാണ് അവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വെരിഫിക്കേഷൻ നടത്തി അതാത് ദിവസം മീറ്റിംഗ് കൂടി നടത്തുന്നു എന്നുള്ളതാണ് ചെയർമാൻ പറയുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വിയോജനക്കുറിപ്പ് ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തി. കാരണം ഇത് സുതാര്യമായി ഒരു ഇൻ്റർനാഷണൽ ടീം ഇവിടെ വന്ന് ഒരു മത്സരം നടത്തുന്നത് ഞങ്ങൾ എതിർക്കുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങളിതെല്ലാം ഒരു പ്രതിഷേധം ഉണ്ടാക്കാറുണ്ട്. പക്ഷേ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് GCD ചെയർമാൻ്റെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അയാളുടെ സ്പോൺസർഷിപ്പിനെ തുടർന്ന് ചില അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടായി. അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ, എഗ്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ടോ, വല്ല ധാരണ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചു. ആ സന്ദർഭത്തിൽ GCD ചെയർമാൻ പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട് ഒരു ധാരണയും ഇല്ല. സ്പോൺസർ ഈ 30-ാം തീയതി വർക്ക് കഴിഞ്ഞാൽ അദ്ദേഹം പോകണം. തുടർന്ന് അദ്ദേഹം എന്തെങ്കിലും കളി കൊണ്ടുവരികയാണെങ്കിൽ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളതാണ്. ഒരു ക്ലെയിമും ഇല്ല. അദ്ദേഹത്തിന് ഈ സ്റ്റേഡിയത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു ക്ലെയിം ഇല്ല എന്നുള്ളതാണ് GCD ജനറൽ കൗൺസിൽ വെച്ചിട്ടുള്ളത്. ഞങ്ങൾ പറഞ്ഞൊരു പ്രധാന പോയിന്റ്, ഇതൊരു നയപരമായ ഇഷ്യൂ ആണ്. GCDയുടെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായ സ്റ്റേഡിയത്തിൽ 70 കോടി രൂപ മുടക്കും എന്ന് പറഞ്ഞൊരു ഇൻവെസ്റ്റർ വരുമ്പോൾ സ്വാഭാവികമായും ഒരു നയപരമായ തീരുമാനം GCD എടുക്കാൻ നിയമപരമായ അധികാരമുള്ളത് ജനറൽ കൗൺസിലിനാണ്. അപ്പോൾ ആ ജനറൽ കൗൺസിൽ ഈ വിഷയം അജണ്ട വെച്ച് ചർച്ച ചെയ്യാത്തതിലുള്ള ഞങ്ങൾക്കുള്ള പ്രതിഷേധവും ശക്തമായി ഞാനും ബഹുമാനിയായ ശിവകുമാർ തോമസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലെയിമും കരാറുകാരന് ഉണ്ടാകില്ല എന്നാണ് ചെയർമാൻ ഞങ്ങൾക്ക് തന്ന ഉറപ്പ്. ഗവൺമെൻറ്റിൻ്റെ ഉത്തരവിനെ തുടർന്നാണ് ഇത് GCDയെ സ്റ്റേഡിയം ഈ സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ ഏൽപ്പിച്ചതെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതൊന്നും ഒരു സുതാര്യതയില്ലാതെ പോകുന്ന കാര്യം വളരെ ആശങ്കാപൂർവ്വം ജനറൽ കൗൺസിൽ ഞങ്ങൾ ഉന്നയിച്ചു. എഗ്രിമെന്റിന്റെ കോപ്പി ഒന്നും നമ്മൾക്ക് തന്നിട്ടുമില്ല. അല്ല, ഇത് ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ടൊരു എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടത്തിയിട്ടുള്ളത്. സ്പോർട്സ് കേരള ഫൗണ്ടേഷനെയാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് എന്നാണ് ചെയർമാൻ വിശദീകരിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ 30-ാം തീയതിക്ക് ശേഷം സ്പോൺസർക്ക് ഒരു ക്ലെയിമും സ്റ്റേഡിയത്തിൽ ഉണ്ടാകില്ല എന്നാണ് ജനറൽ കൗൺസിൽ അദ്ദേഹം നൽകിയ ഉറപ്പ്. തുടർന്ന് അദ്ദേഹം എന്തെങ്കിലും കളിയുമായി വരികയാണെങ്കിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യും. കരാറിൻ്റെ കോപ്പി നമ്മൾ കാണിച്ചില്ല. കരാറിൽ ഇപ്പോഴും ചോദ്യങ്ങൾ ബാക്കി നിൽക്കില്ല. ആരാണ് ഒപ്പുവെച്ചത്? ഒരു ത്രികക്ഷി കരാറാണോ ഇത്? ഇത് ഗവൺമെന്റിന്റെ ഉത്തരവാണ് എന്നാണ് ചെയർമാൻ ജനറൽ കൗൺസിൽ ചർച്ച ചെയ്തില്ല. സ്റ്റേഡിയം നവീകരണത്തോട് ഈ മരം മുറിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വലിയ വിഷയമായിരുന്നു. അതിൽ എന്താണ് GCDയുടെ ഭാഗത്ത്? അല്ല, അതായത് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ ഏൽപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ ചോദിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫിഫയുടെ റാങ്കിങ് കിട്ടാൻ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ എന്തെല്ലാം വർക്കുകളാണ് ചെയ്യേണ്ടത്, അതിനെ സംബന്ധിച്ചൊരു എന്തൊക്കെ വർക്ക് ചെയ്യണം, അതിനൊരു എസ്റ്റിമേറ്റ് ഉണ്ടോ, ആ എസ്റ്റിമേറ്റ് പ്രകാരമാണോ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ ഒരു എസ്റ്റിമേറ്റും അതുമായി ബന്ധപ്പെട്ടില്ല. ഈ 3 അംഗ കമ്മിറ്റി, സ്പോൺസറുടെ ഒരു പ്രതിനിധി, GCDയുടെ ചീഫ് എഞ്ചിനീയർ, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ്റെ ചീഫ് എഞ്ചിനീയർ, ഈ 3 അംഗ കമ്മിറ്റി അതാത് ദിവസം വൈകുന്നേരങ്ങളിൽ ചെയ്ത വർക്കിനെ സംബന്ധിച്ച് കോണ്ടം ചെയ്ത് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഗവൺമെൻറ്റിൽ അറിയിക്കും. ആ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത്രയും വലിയൊരു തുകയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ധാരണയിലെ വാക്കാൽ പറഞ്ഞുകൊണ്ട് പോകുന്നതാണോ? ഗവൺമെന്റിന്റെ ഉത്തരവുണ്ടെന്ന് പറയണം. അല്ലാണ്ട് GCD ഉത്തരവ് പ്രകാരമാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത്. GCD ഈ സ്ഥാപനം സ്പോൺസർ തമ്മിൽ എന്തെങ്കിലും കരാറുള്ളതായിട്ട് വല്ലതും
യോഗത്തിൽ പറയുക? അല്ല, അങ്ങനെ ഒരു കരാറും ഉള്ളതായിട്ട് ഇല്ല പറഞ്ഞില്ല. ഇല്ല. ഗവൺമെന്റ് ഉത്തരവിൽ GCDയോട് സ്പോർട്സ് കേരള ഫൗണ്ടേഷനെ ഇതിന്റെ ഏൽപ്പിക്കാൻ പറഞ്ഞതിനെ തുടർന്ന് GC ഏൽപ്പിച്ചു. കരാറുകാരൻ ഒരു 70 കോടിയുടെ കണക്കാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് ചോദിച്ചു. അല്ല, GCD ചെയർമാൻ ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ ചോദിച്ചു, അദ്ദേഹം പല പ്രാവശ്യം ഇപ്പോൾ 70 കോടി രൂപ മുടക്കി എന്ന് പറയുന്നുണ്ട്. ആ മുടക്കിയ തുകയെ സംബന്ധിച്ച് എന്താണ് ചെയർമാനുള്ള ധാരണ, അത് അദ്ദേഹം പറയുന്ന കണക്കല്ലേ, അത് നമ്മൾ അംഗീകരിക്കുന്നില്ല എന്നാണ്. തീർച്ചയായും അതാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഫിഫ റാങ്കിങ്ങിന് സ്റ്റേഡിയം കിട്ടണമെങ്കിൽ എന്തെല്ലാം വർക്കുകളാണ് ചെയ്യേണ്ടത്, ആ വർക്കുകൾക്കൊരു റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് ഉണ്ടാവണമല്ലോ. പ്യൂർലി എഞ്ചിനീയറിംഗ് എസ്റ്റിമേറ്റ് വേണ്ട, ഒരു റഫ് കോസ്റ്റ് എസ്റ്റിമേറ്റ് വേണമല്ലോ. ആ എസ്റ്റിമേറ്റ് പ്രകാരം എത്ര രൂപയാണ് എന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയും ഇതുവരെ GCDക്ക് ഉണ്ടായിട്ടില്ല. ഈ പണി പൂർത്തിയാക്കുന്ന സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തീയതി പറഞ്ഞിട്ടുണ്ടോ? 30-ാം തീയതി